ിലുണ്ടായിരുന്നു. ഈ രീതിയിൽ നിൽക്കുകയാണ്, ഒരു മതവിഭാഗത്തിന്റെ കയ്യിൽ നിൽക്കുകയാണ്. പക്ഷെ ലോക എന്ന് പറയുന്ന സിനിമ അങ്ങനെയല്ല. ലോക എന്ന് പറയുന്ന സിനിമ, കല്യാങ്കാട്ട് നീലി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അതിനകത്തുണ്ടെങ്കിലും പടം മറ്റൊരു വിധത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ലോക എന്ന് പറയുന്ന സിനിമ മലയാള ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു കുഞ്ഞ് സ്റ്റേറ്റിൽ നിൽക്കുന്ന പടമാണ്. ആ പടം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിൽ 2ാം സ്ഥാനത്ത് ഇന്ത്യയിൽ നിൽക്കുകയാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി ലോകം കീഴടക്കും. അപ്പോൾ ടോട്ടൽ നമ്മൾ ഈ വർഷത്തെ പെർഫോമൻസ് ബേസ്ഡ് കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് 10,000 കോടി രൂപയ്ക്ക് മുകളിൽ ബിസിനസ് വന്നു കഴിഞ്ഞു. ഇത് 1 ലക്ഷം കോടിയായിട്ട് മാറ്റാൻ പറ്റുമെന്നാണ് ഞാൻ എപ്പോഴും അന്നും പറയണത് ഇന്നും പറയണത്. പക്ഷെ അതിൽ തന്നെ വേൾഡ് വൈഡ് കളക്ഷനിൽ 2ാം സ്ഥാനത്ത് ലോകം നിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേ, കൂലി പോലും അതിൻ്റെയും താഴെയാണ്. നമ്മളെ ഈ മലയാളക്കരയിൽ നിന്ന് കൊച്ചു ചിത്രങ്ങളെടുത്ത് ലോകം മൊത്തം മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് എത്തുമെന്നാണ് പറയുന്നത്. ആ രീതിയിൽ നമ്മളെ ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ചിത്രങ്ങൾ ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സ്പെഷ്യലി ഈ സിനിമയും ദുൽഖറാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ ഈ കാന്താക്കയുടെ ഇടയിൽ കൂടെ പറഞ്ഞത്. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ദുൽഖറാണ്. ആദ്യത്തെ 2 പാർട്ടിനും കൂടെ മൊത്തം പാർട്ടിനെ 30 കോടി എന്തോ ആണ്, അവർ 30-40 കോടി രൂപയാണ് ബഡ്ജറ്റ് ചെയ്തതെന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ അത് മാറി. ആദ്യത്തെ 2 പാർട്ടിന് 30 കോടി രൂപ അവർ ബഡ്ജറ്റ് ചെയ്തു. മൊത്തം ഇനി എത്ര ബഡ്ജറ്റ് ചെയ്താലും പ്രോഫിറ്റാണ്. പക്ഷെ ഈ ചിത്രങ്ങളൊക്കെ തന്നെ വേൾഡ് വൈഡിലോട്ട് പോയിട്ട് ഇന്ത്യയെക്കാളും വലിയ ഗ്രോസ് കളക്ഷൻ പുറത്തുനിന്ന് എടുക്കുന്നുണ്ട്. അപ്പം ഞാനതാണ് പറഞ്ഞത്. അതായത് ടോട്ടൽ വന്ന കളക്ഷനിൽ നിന്ന് 302 കോടിയിൽ നിന്ന് 181 കോടി 67 ലക്ഷം രൂപ ഇന്ത്യക്ക് പുറത്തുനിന്ന്. ബാക്കിയുള്ളൂ നമ്മൾ ഇവിടെ നിന്ന് 130 കോടി 140 കോടിയല്ലേ ഇന്ത്യക്കകത്തുനിന്നുള്ളൂ. നമ്മുടെ ചിത്രങ്ങളൊക്കെ എപ്പോഴും പ്രേക്ഷകരെ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ നിന്ന് 500 കോടി കളക്ട് ചെയ്യണമെങ്കിൽ വെളിയിൽ നിന്ന് 1000 കോടി കളക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ മികച്ച സിനിമ ബിസിനസ്സുകാരാവുന്നത്. കാരണം നിങ്ങൾ അതിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ഇംഗ്ലീഷ് സിനിമകൾ എടുക്കൂ. ഇംഗ്ലീഷ് സിനിമ അവരെ നാട്ടിൽ ഇപ്പോൾ അവരെ ഹോളിവുഡിൽ കളക്ട് ചെയ്യണതിനേക്കാളും കൂടുതൽ അതർ കൺട്രിയിൽ നിന്നാണ് കളക്ട് ചെയ്യണത്, പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന്. അതാണ് അവർക്ക് ട്രില്യണിലോട്ട് അവരെത്തുന്നത്. ഇനിയിപ്പോൾ അവതാർ സിനിമ പറഞ്ഞല്ലോ, നിങ്ങൾ നോക്കി നോക്കൂ. USA കളക്ട് ചെയ്യുന്നതിനേക്കാളും 50 ഇരട്ടി കൂടുതൽ ബാക്കി 150 രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യും. അവിടെയാണ് ഐഡിയ. ഞാൻ അതാണ് നിങ്ങൾ പ്രേക്ഷകർക്ക് എപ്പോഴും പറയുന്നത്. അതിനൊപ്പം കിടപിടിക്കാൻ നമ്മളെ സിനിമ എത്താണ്. ഞാൻ രാജമൗലിയെ കുറിച്ചൊക്കെ പറയണത്. രാജമൗലിയുടെ കയ്യിലൊക്കെ പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5,000-10,000 കോടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ 10 അവതാർ ചെയ്ത് നമുക്ക് തരും. എന്നിട്ട് ആ പൈസ ലോകം മൊത്തം ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുമ്പോഴത്തേക്കും 10,000 കോടി രൂപ ചിലവാക്കിയതിന്റെ സ്ഥാനത്ത് 1.5 ലക്ഷം കോടി രൂപ തിരിച്ചിങ്ങോട്ടിറങ്ങും. ആ രീതിയിൽ നമ്മുടെ ഇൻഡസ്ട്രി